ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശരവണ ഭവനിലെ തക്കാളി ചട്നിയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇഡ്ലിയുടെ കൂടെ ആ ചട്നി ഒരു ഷോർട്ടിൽ കാണിച്ചപ്പോൾ കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കണേന്ന്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 4 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർ കിട്ടാനാണ് കാശ്മീരി ചില്ലി ഇട്ടത്. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. സവോളയേക്കായും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അതുപോലെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശുദ്ധ വെജിറ്റേറിയൻസ് ആരും വെളുത്തുള്ളി കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് വെളുത്തുള്ളി ഞാൻ ഒഴിവാക്കിയത്. നിങ്ങൾ വെളുത്തുള്ളി കഴിക്കുന്നവരാണെങ്കിൽ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ഈ സമയത്ത് ഇതിന്റെ കൂടിയിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കുന്ന റെസിപ്പീസ് കാണുമ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ശുദ്ധ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവരൊക്കെ എന്നോട് കംപ്ലൈന്റ് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഉള്ളി വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് നന്നായി പഴുത്ത 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രമിക്കുക. അതായത് പുളിയില്ലാത്ത തക്കാളി. പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ അവസാനം കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടും പുളിയില്ലാത്ത ചട്നിയാണ്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇനി അതൊന്ന് മൂടി വെച്ച് ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആ മൂടി തുറന്ന് അതൊന്നുകൂടെ, അപ്പോൾ തക്കാളി ഒന്ന് പകുതി വേവായതേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എരിവ് ഒത്തിരി വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടെ വറ്റൽമുളക് ചേർക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എരിവ് വളരെ കുറച്ച് മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 4 കാശ്മീരി ചില്ലി മാത്രം ചേർത്തത്. പച്ചമുളക് ചേർക്കരുത്, വറ്റൽമുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഇത് നമ്മൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് അതിൽ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാതെ ഈ ആവിവെള്ളം മാത്രമേ പാടുള്ളൂ. ഇപ്പോ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അതിന്റെ കൂട്ടത്തില് നമ്മൾ 1 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുവാണ്. അത് ഒഴിവാക്കരുത്. അതുപോലെ ഒരു ശകലം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയിലയുടെ അളവാണെങ്കിലും കൂടരുത്, അപ്പൊ ടേസ്റ്റ് മാറും. ഈ ക്യാരറ്റ് ചേർത്ത് കഴിയുമ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു കടുക് താളിക്കുവാണ്. അതിലേക്ക് കടുകും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് കായപ്പൊടി ചേർത്തത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ചട്നി അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കരുത്. ഈ ചമ്മന്തി നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം. അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. നിങ്ങൾ അത് അരയ്ക്കുന്ന സമയത്ത് എരിവ് പാകമാണോ എന്നൊന്ന് നോക്കണം. എരിവ് കുറവാണെങ്കിൽ 1-2 വറ്റൽമുളകും കൂടി അതിന്റെ കൂടെ ഒന്ന് ചൂടാക്കി അരച്ച് ചേർത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പൊ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് പുളി കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ള് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം പാകമായിരുന്നു. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് ഞാനിപ്പോൾ അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുവാണ്. നമ്മൾ ഇന്നിപ്പോ ഇതിന്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയും 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചട്നിയും സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്